അവിടെ ആചാരങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് വ്യത്യസ്തമുള്ള ആചാരം? സ്ലൈറ്റ്ലി വ്യത്യാസമാണ്. നമ്മൾ ഇവിടത്തെ കാണുന്ന പോലത്തെ രീതികളല്ല. അതായത് നമ്മുടെ ഇവിടെ എന്താണ് ഈ തന്ത്രശാസ്ത്രം എന്ന് വളരെ ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രതിമയ്ക്ക് മൂർത്തിയാക്കുകയും ദേവതയാക്കുകയും, അപ്പോൾ അതിന് രാവിലെ ആഹാരം കൊടുക്കണം, അതിന് ഉച്ചപൂജയുണ്ട്, ഉഷപൂജയുണ്ട്, അതിനെ നീരാടാൻ കൊണ്ടുപോകണം. ഒരു വ്യക്തി ജീവിക്കുന്നത് പോലെ ഡേറ്റ് ജീവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന സങ്കല്പം. എനിക്ക് ഇപ്പം ലഭ്യമായ വിവരം വെച്ച് അങ്ങനത്തെ ഒരു സമ്പ്രദായത്തിലല്ല ഇപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ വ്യത്യാസമാണ്. ഓഫ് കോഴ്സ് അവരുടേതായ ഈ ആചാരങ്ങൾക്കെല്ലാം ഒരു കാലദേശ വ്യത്യാസം ഉണ്ടാകും. ഒരു വ്യക്തി ജീവിക്കുന്നു പോലെ തന്നെ ചൈതന്യം വർദ്ധിക്കാനാണ് അവിടെ ഈ റിച്വൽസും മറ്റും ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ വിശ്വാസ പദ്ധതികളിൽ ഒന്നാണ് ഈ അമ്പലാരാധന അല്ലെങ്കിൽ വിഗ്രഹാരാധന എന്നൊക്കെ പറയുന്നത്. വർഷിപ്പ് ഓഫ് ഐഡൽ എന്നതിനേക്കാൾ വർഷിപ്പ് ത്രൂ ഐഡലാണ് യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കുകയല്ല, വിഗ്രഹത്തിലൂടെ ആരാധിക്കുകയാണ് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ. പഴയ ഈജിപ്തിലൊക്കെ ഉണ്ടായിരുന്നു. പഴയ ഗ്രീസിൽ അമ്പലങ്ങൾ കണ്ടു കാണും, റോമിൽ അമ്പലങ്ങൾ കണ്ടു കാണും, ഗ്രീക്ക് ടർക്കിയിൽ അമ്പലങ്ങൾ കണ്ടു കാണും, സിഗൂറത്തെന്ന് വിളിക്കുന്ന കാര്യങ്ങളുണ്ട്, ഇറാനിൽ പ്രാചീന അമ്പലങ്ങളുണ്ട്. അപ്പം ലോകം മുഴുവൻ ഉണ്ടായിരുന്നൊരു സംവിധാനമാണ്. ഒരുപക്ഷെ പ്രാചീന വ്യക്തികൾ തങ്ങളുടെ അച്ഛനമ്മമാരെ, മുത്തശ്ശന്മാരെ, നമുക്ക് മുമ്പ് ജീവിച്ച വളരെ ആൾക്കാരെ, ഇതിനെയൊക്കെ ആദരിക്കാനും ആരാധിക്കാനും ഒക്കെ ഒരു സങ്കല്പത്തിൽ തുടങ്ങിയതായിരിക്കാം. അത് പിന്നീട് ഒരു പ്രത്യേക സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇങ്ങനെ ആയതായിരിക്കാം. പക്ഷേ ലോകത്തുള്ള ഏറ്റവും പ്രാചീനമായ വിശ്വാസ പദ്ധതികളിൽ ഒന്നാണ് അമ്പലം എന്ന കാര്യത്തിൽ പക്ഷേ ആർക്കും തർക്കമില്ല. അവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അതിനി വരുന്ന ദിവസങ്ങളിലായിരിക്കും കൂടുതൽ അറിയാൻ കഴിയുക. ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അത് ഏറ്റവും സുപ്രധാനമായ ഒരു ചടങ്ങ്, അതാണ് കോർ. അപ്പം ആദ്യം ഈ വിഗ്രഹം കാണേണ്ടത് വിഗ്രഹത്തിന്റെ മുഖം തന്നെയാണെന്നൊക്കെ പറയുന്നത്, എങ്ങനെയായിരുന്നു ആ ഒരു ചടങ്ങ്? ഇപ്പം പറയുന്നത് എനിക്കറിയില്ല, 2-3 വ്യാഖ്യാനങ്ങൾ ഇതിൽ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് വിഗ്രഹത്തിന്റെ ഫോട്ടോ ലീക്ക് ചെയ്തതെന്നൊക്കെയുള്ള തർക്കം വരുന്നുണ്ട്. അതായത് ശരിക്കും ഇതിന് തലേ ദിവസം തന്നെ വിഗ്രഹത്തിന്റെ ഒക്കെ ഫോട്ടോ മാധ്യമങ്ങളിലൊക്കെ വന്നു. എങ്ങനെയാണെന്നറിയില്ല. എൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ കണ്ണ് ഇങ്ങനെ മൂടിയിരിക്കും. ആ കണ്ണ് തുറന്നു എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റു, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് തുറന്നു എന്നുപോലെയാണ്. ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് യജമാനായി മാറുകയും പ്രധാനമന്ത്രിയും അവിടുത്തെ പൂജാരിമാരും ചെയ്തു. അതാണ് ആ ചടങ്ങ്. ആ ചടങ്ങോടുകൂടി ദേവന് ജീവൻ ഉദിച്ചു, പ്രാണൻ ഉദിച്ചു എന്നാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്, അതിൻ്റെ ഒരു സങ്കല്പം. അപ്പം അത് എല്ലായിടത്തുമുള്ള എനർജിയെ ചാനലൈസ് ചെയ്യുന്നു, അതിലേക്ക് കൊണ്ടുവരുന്നു. അവിടുത്തെ ഒരു തന്ത്രി പ്രാണപ്രതിഷ്ഠ കഴിക്കുന്നു എന്ന സങ്കല്പങ്ങളിലാണ്. കേരളീയ സമ്പ്രദായം അടക്കമുള്ള സാധനങ്ങളല്ല. എനിക്ക് തോന്നുന്നു കുറച്ച് പലതിൻ്റെയും ഒരു സിനർജി, സമന്വയം അവിടെ കൊണ്ടുവന്നു എന്ന് തോന്നുന്നു. അതായത് ഈ 2 സമ്പ്രദായങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് വൈദികം, ഒന്ന് താന്ത്രികം. ഈ വൈദികത്തിലാണ് പ്രധാനമായി യജ്ഞം, യാഗം പോലുള്ള കാര്യങ്ങളുള്ളത്. എന്നാൽ താന്ത്രികത്തിലാണ് പൂജ, പ്രതിഷ്ഠ പോലുള്ള കാര്യങ്ങൾ കൂടുതലുള്ളത്. വേദങ്ങളിൽ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഇന്ന് നമ്മൾ കാണുന്ന അമ്പല സംവിധാനങ്ങളില്ല. വേദങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യങ്ങളാണ് അമ്പലങ്ങൾ, പ്രാഗ് വൈദികമാണ്. അപ്പം അതിൻ്റെ ചടങ്ങുകൾ പിന്നെ കാലാന്തരത്തിൽ ആൾക്കാരതിനെ ഇപ്പം ശങ്കരാചാര്യരൊക്കെ ഒരു സമന്വയത്തിന് ശ്രമിച്ചു എന്ന് നമുക്ക് കാണാം. വേദാന്തി ആയിരുന്നെങ്കിലും ഒരുപാട് ഭക്തി ശ്ലോകങ്ങളും മറ്റും ഭജഗോവിന്ദവും ഒക്കെ ശങ്കരാചാര്യർ എഴുതി. അപ്പോൾ അതുപോലെ പാതകളുടെ സമന്വയവും പോസിബിളാണ്. വിവേകാനന്ദ സ്വാമി ജ്ഞാനയോഗിയാണ്. എന്നാൽ വിവേകാനന്ദ സ്വാമിയുടെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസൻ, അദ്ദേഹം ഒരു പൂജാരിയും സാധു ബ്രാഹ്മണനാണ്, പൂജാരിയാണ്, കാളി ഉപാസകനാണ്, അമ്പല ആരാധകനാണ്. അപ്പം ഈ വ്യത്യസ്ത പാതകളുടെ ഒരു സമന്വയം അവിടെ വന്നു നമുക്ക് ഒരുപക്ഷെ കാണാൻ കഴിയും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.